അരുണാചലിൽ ഉൾപ്പെടെ ഇന്ത്യൻ പ്രദേശങ്ങളുടെ പേരുമാറ്റി ചൈനയുടെ പ്രകോപനം തുടരുന്നു. അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ചൈന യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നീക്കം. ചൈനയുടെ സ്വയംഭരണത്തിലുള്ള ടിബറ്റൻ മേഖലകളുടെ പേരുകൾ ഇന്ത്യ മാറ്റാനൊരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ടിബറ്റിലെ 2 ഡസനിലധികം വരുന്ന സ്ഥലങ്ങളുടെ പേരുകൾ ഇന്ത്യ മാറ്റാൻ തീരുമാനിച്ചതായി നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനധികൃതമായി അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങളുടെ പേര് ചൈന പുനർനാമകരണം ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം. പുനർനാമകരണം ചെയ്യേണ്ട ടിബറ്റൻ സ്ഥലങ്ങളുടെ ലിസ്റ്റ് അധികൃതർ ഉടൻ പുറത്തുവിടുമെന്നും റിപ്പോർട്ട് പറയുന്നു. കരസേനയുടെ ഇൻഫർമേഷൻ വാർഫെയർ ഡിവിഷൻ ഇതു സംബന്ധിച്ച അന്തിമ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചരിത്രപരമായ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയതിനു ശേഷമായിരിക്കും പേരുകൾ മാറ്റുക. ഇക്കാര്യത്തിൽ ടിബറ്റൻ മേഖലകളിലെ ജനങ്ങൾ ഇന്ത്യക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇവർ ചൈനീസ് പേരുകളെ എതിർക്കുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം 4ാം തവണയാണ് അനുമതിയില്ലാതെ ഏകപക്ഷീയമായി ഇന്ത്യൻ അതിർത്തിയിലെ സ്ഥലങ്ങളുടെ പേരുകൾ ചൈന മാറ്റുന്നത്. പുതിയ പേരുകളോടെ ഈ സ്ഥലങ്ങൾ 2024 അവസാനത്തോടെ ചൈനയുടെ ഔദ്യോഗിക ഭൂപടത്തിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ചൈനയുടെ സിവിൽ കാര്യ മന്ത്രാലയം സ്ഥലങ്ങളുടെ പുതിയ പേരുകൾ അടങ്ങുന്ന പട്ടിക പുറത്തിറക്കുകയും ചെയ്തിരുന്നു. 2023 ഏപ്രിലിലാണ് ഇന്ത്യയിലെ സ്ഥലങ്ങളുടെ പേരുകൾ അവസാനമായി ചൈന മാറ്റിയത്. അതിനു മുമ്പ് 2017 ഏപ്രിലിലും 2021 ഡിസംബറിലും ചൈന ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന പുനർനാമകരണം ചെയ്യുന്നത് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ബീജിങ്ങിൻ്റെ അവകാശവാദം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു. ചൈനയുടെ നടപടി കാര്യമാക്കേണ്ടതില്ല എന്നായിരുന്നു ജയശങ്കറിൻ്റെ ആദ്യ പ്രതികരണം. സംഭവം വിവാദമായതോടെയാണ് വിദേശകാര്യമന്ത്രി പ്രതികരണത്തിൽ മാറ്റം വരുത്തിയത്. അരുണാചലിലെ ചൈനയുടെ നീക്കത്തിനെതിരെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയിരുന്നു. അതിർത്തി കടന്ന് ചൈന ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ മോദി കറുപ്പ് കഴിച്ചുറങ്ങുകയായിരുന്നുവെന്നാണ് ഖാർഗെ അന്ന് പ്രതികരിച്ചത്.